ഇതൊരു സോയ കറിയാണ് കേട്ടോ. സോയയുടെ തന്നെ കുറേ വീഡിയോസൊക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ചട്ടിയടുപ്പിലേക്ക് വെക്കുക, അതിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഇതെല്ലാം കൂടെ അരിഞ്ഞെടുക്കുക. പിന്നെ കറിവേപ്പില ആവശ്യമുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. നമ്മൾ ഇറച്ചിക്കറി വെക്കുന്നത് പോലെ അതെങ്ങനെയാണോ അതനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഓരോ ആവശ്യം അതിൻ്റെ അളവൊക്കെ അറിയാമല്ലോ, അതനുസരിച്ച് എടുക്കുക. പിന്നെ മഞ്ഞൾ ഇട്ടിടുക. മഞ്ഞൾ ഇട്ടപ്പോഴേ ഓർത്ത ഗരം മസാല പൊടിച്ചില്ലല്ലോ എന്ന്. പിന്നെ അത് പൊടിക്കാത്തത് തന്നെ ഇട്ട് കൊടുത്തു. എന്നിട്ട് പിന്നെ ഇറച്ചിക്കറിക്ക് ചേർക്കുന്നത് പോലുള്ള പൊടികളെല്ലാം മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. പക്ഷേ കരിയുകയും ചെയ്യരുത്. അത് കരിയാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കുക. എന്നിട്ട് ആ വെള്ളം വറ്റുമ്പോൾ കുറച്ചുകൂടെ ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ കുറച്ച് അപ്പോൾ നന്നായിട്ട് മൂത്ത് വരും, മസാലകൾ മൂത്ത് വരും, കരിയത്തില്ല. അങ്ങനെ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. പിന്നെ എത്ര വെള്ളം വേണോ, പിന്നെ സോയ കഴുകി എടുക്കുമ്പോൾ അതിനകത്ത് കുറേ നമ്മൾ എത്ര പിഴിഞ്ഞ് കളഞ്ഞാലും കുറേ വെള്ളം അതിനകത്തുണ്ടാവും. അപ്പോൾ ആ വെള്ളം കൂടി ഇതിനകത്ത് ഇറങ്ങി വരും. അതനുസരിച്ച് അപ്പോൾ എത്ര വെള്ളം വേണോ അതനുസരിച്ച് നമുക്ക് വറ്റിച്ചെടുക്കാം, നല്ല തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഉപ്പ് ആദ്യമേ കുറച്ച് ഇട്ട് കൊടുക്കുക, നോക്കിയിട്ട് പിന്നീട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം അറിയാം ലാസ്റ്റ്, അല്ലെങ്കിൽ ആദ്യമേ ഒരുപാട് ഇട്ട് കൊടുത്താൽ ഭക്ഷണത്തിലൊക്കെ കയറി ഒരുപാട് ഉപ്പ് പിടിച്ചാൽ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും കാണാം.